വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാകുമ്പോഴാണല്ലോ പുതിയ പുതിയ റെസിപ്പീസ് കണ്ടുപിടിക്കാല്ലേ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള റെസിപ്പിയാണ്, അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. സംഭവങ്ങളൊക്കെ കാണുമ്പോൾ കരിഞ്ഞ ഗുലാബ് ജാമുനെ പോലെയൊക്കെ തോന്നുമെങ്കിലും സംഭവം ഇത് കരിഞ്ഞ ഗുലാബ് ജാമുനല്ല, ഇതാണ് ചോക്ലേറ്റ് ഗുലാബ് ജാമുൻ. നമ്മുടെ കുറച്ച് ചോക്ലേറ്റ് സ്പഞ്ച് ബാക്കിയിരിപ്പുണ്ടായിരുന്നു. ഇതിപ്പം എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇത് വെച്ചിട്ടൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാന്നുള്ളൊരു ചിന്ത വന്നത്. ആദ്യം നമുക്ക് ആ ഒരു സ്പഞ്ചിനൊക്കെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി, 2 ടീസ്പൂൺ നെയ്യ്. ഇതെന്താ അങ്ങോട്ട് വികാത്തത്, അങ്ങോട്ട് വീണൂട്. പിന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് കുഴച്ചിട്ട് ഒരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. ഇനി കുഞ്ഞു കുഞ്ഞു ജാമുൻസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഫ്രൈ ആക്കാൻ വരട്ടെ. അതിന് മുന്നേ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണ്ടേ. അതിനായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര, 2 ഏലക്ക തിളപ്പിക്കുക, മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് വറുത്ത് കോരുക. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം. പിന്നെന്താ, ഇത് നേരെ അങ്ങോട്ട് നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത്ര വേണ്ടിയുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി ഒരു 1-2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് കഴിച്ച് നോക്കി. എൻ്റെ പൊന്നു മക്കളെ, അടിപൊളിയാണ്. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് ഇതിന്. നമ്മുടെ സാധാരണ നോർമലി ഉള്ള ഗുലാബ് ജാമുനെ പോലെയല്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബൈ ദ വേ, ഇനിയിപ്പോൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ബൈ.